കൂട്ടുകാരെ, താലൂക്ക് തല വനിതാ വായനാ മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പുസ്തകമായ ദൈവത്തിൻ്റെ അവകാശികൾ, അതിലെ ലോകം ലോക്കായ കാലം എന്ന ലേഖനമാണ് ഇന്ന് വായിക്കുന്നത്. ഒരു കൊച്ചു വൈറസിന് മുന്നിൽ ലോകം പകച്ചു നിൽക്കുകയാണ്. മനുഷ്യരാശിയെ മുഴുവൻ വിറപ്പിച്ചുകൊണ്ട് കൊറോണ വൈറസ് മരണതാണ്ഡവമാടുന്നു. മനുഷ്യരെ കൊന്നൊടുക്കാൻ ശബ്ദാതിവേഗ ഭൂഖണ്ഡാന്തര മിസൈലുകളും ആണവായുധങ്ങളുമൊക്കെ കുന്നുകൂട്ടി വച്ചിരിക്കുന്ന ലോക പോലീസുകളായ വൻ ശക്തികളൊക്കെ അദൃശ്യമായ ഒരു ചെറുകീടത്തിന് നേരെ ചെറുവിരൽ പോലും അനക്കാനാവാതെ, ഒന്നിനുമാകാതെ അശക്തമായി, അശരണരായി, അഹങ്കാരത്തിൻ്റെയും അഹംഭാവത്തിൻ്റെയും സർവ്വ ആയുധങ്ങളും അടിയറവ് വച്ച് അടിമകളെപ്പോലെ ഓച്ചാനിച്ച് നിൽക്കുന്നു. യുദ്ധങ്ങളും പ്രകൃതി ദുരന്തങ്ങളും പ്ലേഗ്, കോളറ, സ്പാനിഷ് ഫ്ലൂ തുടങ്ങിയ പകർച്ചവ്യാധികളിലും ഒരുപാട് മനുഷ്യരും ജീവിവർഗങ്ങളുമൊക്കെ ഈ ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമായിട്ടുണ്ട്. അസാധാരണമായ പ്രതിസന്ധി ഘട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത്തരം മഹാദുരന്തങ്ങളെയൊക്കെ അതിജീവിച്ചാണ് മനുഷ്യവംശം മുന്നോട്ട് പ്രയാണം തുടർന്നതും ഇന്നും നിലനിന്നു പോരുന്നതും. പക്ഷേ രേഖപ്പെടുത്തിയിട്ടുള്ള മനുഷ്യചരിത്രത്തിൽ ഒരിക്കലും ഒരു സമാനതകളും ഇല്ലാത്ത ദുരന്തചിത്രവും അത്യാസാധാരണമായ ദുരവസ്ഥയുമാണ് കോവിഡ്-19-ൻ്റേത്. എങ്ങനെയും അതിനെ പ്രതിരോധിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ലോകം മുഴുവൻ. ആ പോരാട്ടത്തിൽ ലോകം തന്നെ അടച്ചിട്ടിരിക്കുന്ന, ലോകത്തിന് പൂട്ടിട്ട, ഒട്ടും കേട്ടുകേൾവിയില്ലാത്ത മഹാപ്രതിസന്ധിയിലേക്ക് മനുഷ്യകുലം കൂപ്പുകുത്തിയിരിക്കുന്നു. പ്രപഞ്ചത്തിൻ്റെയും കാലത്തിൻ്റെയും ജീവജാലങ്ങളുടെയും ചലനങ്ങളല്ലാതെ ഭൂമിയിലെ ഏറ്റവും വലിയവൻ എന്ന് സ്വയം ഭാവിച്ച് അഹങ്കരിച്ച് ചീറിപ്പാഞ്ഞിരുന്ന മനുഷ്യ ജീവിത കുതിപ്പിൻ്റെ എല്ലാ ചലനങ്ങളും നിന്നുപോയ കാലം. ജീവൻ്റെ അടയാളമാണ് ചലനം. ജീവിതത്തിൻ്റെ മുഖമുദ്രയാണത്. മനുഷ്യജീവിതം അനുനിമിഷം മുന്നോട്ട് പ്രയാണം ചെയ്തതിൻ്റെ പ്രധാന ലക്ഷണമായ ചലനങ്ങളെല്ലാം നിന്നുപോയ അസാധാരണമായ അവസ്ഥയിലായിരിക്കുന്നു ലോകം. മാധ്യമങ്ങൾ വലിയ അക്ഷരങ്ങളിൽ തലക്കെട്ടുകൾ നിറഞ്ഞു. ലോകം സ്തംഭിച്ചു. നിശ്ചലമായി ലോകം. ലോകത്തിൻ്റെ ചലനമറ്റു. ലോക്ക്ഡൗൺ. ലോകം ലോക്കായ കാലം. അനിശ്ചിതമായ ഈ നിശ്ചലാവസ്ഥയിലും അതിനു കാരണമായ വൈറസുകൾ ചലിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക്, രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക്, വൻകരകളൊക്കെ താണ്ടി മരുഭൂമികളും മഹാസമുദ്രങ്ങളും കടന്ന് നഗരങ്ങളിലും നാട്ടുപുറങ്ങളിലും കുടിലുകളിലും കൊട്ടാരങ്ങളിലും മനുഷ്യരുള്ളിടത്തെല്ലാം പ്രായഭേദമന്യേ പാവപ്പെട്ടവരെന്നോ പണക്കാരനെന്നോ ഭരണാധികാരിയെന്നോ ഭേദമില്ലാതെ കൊറോണ പടർന്നു കയറുകയാണ്. ആരെയും വിസ്മയിപ്പിക്കുന്ന അതിവേഗത്തിലാണ് അതിൻ്റെ സഞ്ചാരം. കോവിഡ് സംശയിക്കുന്നവർ, നിരീക്ഷണത്തിലുള്ളവർ, സ്ഥിരീകരിച്ചവർ, മരണത്തിന് കീഴടങ്ങിയവർ, സ്ഥിതിവിവരക്കണക്കുകൾ രാജ്യങ്ങൾ തിരിച്ച് സംസ്ഥാനങ്ങളും ജില്ലകളും വാർഡുകളും വരെ തിരിച്ച് അപ്പോൾ മാധ്യമങ്ങൾ വന്നു നിറയുന്നു. ലോകാരോഗ്യ സംഘടനയുടെ നിരീക്ഷണങ്ങൾ, നിലപാടുകൾ, നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ, ഭരണാധികാരികളുടെയും ആരോഗ്യ വിദഗ്ധരുടെയും ഒക്കെ അഭിപ്രായങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ എല്ലാം അപ്പോൾ ലോകം അറിയുന്നു. മാധ്യമങ്ങൾ മറ്റു വാർത്തകൾക്കിടമില്ലാതായി. ചർച്ചകൾ, വിശകലനങ്ങൾ, സംവാദങ്ങൾ, അവലോകനങ്ങൾ എല്ലാം കൊറോണ മാത്രം. കോവിഡ് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നറിയാൻ വിവിധതരം ടെസ്റ്റുകൾ. വൈറസ് ബാധിച്ച വ്യക്തിയുടെ റൂട്ട് മാപ്പ്, സമ്പർക്ക പട്ടിക തയ്യാറാക്കൽ, ക്വാറന്റൈൻ, ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്, കണ്ടെയ്ൻമെൻറ് സോൺ, ഡബിൾ ലോക്ക്ഡൗൺ, ട്രിപ്പിൾ ലോക്ക്ഡൗൺ പ്രഖ്യാപനങ്ങൾ എന്നിങ്ങനെ കൊറോണക്കാലം കൊച്ചു കേരളത്തെയും സംഭവബഹുലമാക്കി തീർത്തു. മനുഷ്യവർഗത്തെ മുഴുവൻ ഭയത്തിൻ്റെയും ഉത്കണ്ഠയുടെയും ആശങ്കയുടെയും നിരാശയുടെയും മുൾമുനയിൽ നിർത്തിക്കൊണ്ട് സമസ്ത മേഖലകളെയും പിടിച്ചു കുലുക്കിയ താരതമ്യങ്ങളില്ലാത്ത ഈ മഹാമാരി ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തമായി മാറുകയാണ്. അടരാടാൻ ആയുധങ്ങളൊന്നുമില്ലാതെ അനേകരെ കൊന്നൊടുക്കുന്ന ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന മൂന്നാം ലോക മഹായുദ്ധം എന്നാണ് പലരും ഇതിനെ വിശേഷിപ്പിക്കുന്നത്. 2019 ഡിസംബറിൽ ചൈനയിൽ വുഹാനിൽ കൊറോണ വൈറസ് കണ്ടെത്തിയതായി മാധ്യമങ്ങളിലൂടെ അറിഞ്ഞപ്പോൾ ഇന്ത്യക്കാരായ, പ്രത്യേകിച്ച് കേരളീയരായ നാം ഒട്ടും ആശങ്കാകുലരായിരുന്നില്ല. അങ്ങകലെ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറത്ത് പ്രത്യക്ഷപ്പെട്ട ഒരു വൈറസിനെ ഓർത്ത് ഇങ്ങേയറ്റത്തുള്ള നാം എന്തിന് വേവലാതിപ്പെടണമെന്ന ചിന്തയിലായിരുന്നു നമ്മൾ. എന്നാൽ വളരെ പെട്ടെന്നാണ് കാര്യങ്ങൾ മാറിമറിഞ്ഞത്. ചൈനയും ഇറാനും ഇറ്റലിയും അമേരിക്കയും സ്പെയിനും തുടങ്ങി മിക്ക ലോകരാജ്യങ്ങളും കടന്ന് 2020 ജനുവരിയോടെ ഇന്ത്യയിൽ ആദ്യമായി കേരളത്തിൽ തൃശ്ശൂരിൽ വൈറസ് സാന്നിധ്യം അറിയിച്ചു. വുഹാനിൽ നിന്ന് കേരളത്തിലേക്ക് മടങ്ങിയ ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയിലാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. വിവരമറിഞ്ഞ നിമിഷം തന്നെ ഗവൺമെൻറ്റും കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയും അനുബന്ധ സംവിധാനങ്ങളുമെല്ലാം ഉണർന്നു പ്രവർത്തിക്കുകയും രോഗപ്പകർച്ചയിൽ നിന്ന് സംസ്ഥാനത്തെ ജനങ്ങളെ സംരക്ഷിക്കുകയും ചെയ്തു. പക്ഷേ ആശ്വാസം അധികനാൾ നീണ്ടില്ല. വുഹാനിലെ ഒരു മത്സ്യ മാർക്കറ്റിൽ ആരംഭിച്ച കൊറോണ വൈറസ് ലോകത്താകെ അതിവേഗം പടരുന്ന കാഴ്ചയാണ് പിന്നീട് നാം കണ്ടത്. 2020 മാർച്ച് മാസം ആയപ്പോഴത്തേക്കും രോഗഭീഷണി വൻതോതിലായി.
ലോകം ഒന്നടങ്കം ഈ മഹാമാരിക്ക് മുന്നിൽ വിറകൊണ്ടു. ശാസ്ത്രലോകത്തിനും പരിഹാരമൊന്നും നിർദ്ദേശിക്കാൻ കഴിഞ്ഞില്ല. ആകെ കഴിഞ്ഞത് സോപ്പും സാനിറ്റൈസറും ഉപയോഗിച്ച് കൈ കഴുകിയും വ്യക്തിശുചിത്വം, ശാരീരിക അകലം എന്നിവ പാലിച്ചും മാസ്ക് ധരിച്ചും രോഗപ്പകർച്ച തടയലാണ് കരണീയമെന്ന ആശയം മുന്നോട്ട് വയ്ക്കാൻ മാത്രം. ആ ആശയം എങ്ങും പ്രചരിക്കപ്പെട്ടു. ഏവരും അത് ഏറ്റെടുത്തു. തനിക്ക് രോഗം പകരില്ല എന്നും തന്നിലൂടെ മറ്റൊരാളിലേക്ക് അത് പടരില്ല എന്നും ഉറപ്പുവരുത്തിക്കൊണ്ട് തൻ്റെയും കുടുംബത്തിനെയും താൻ ജീവിക്കുന്ന വലിയൊരു ജനസമൂഹത്തെയും രക്ഷിച്ചെടുക്കാനുള്ള ദൗത്യം ഏറ്റെടുത്ത് ഉത്തരവാദിത്തമുള്ള ഉത്തമ പൗരനാകണമെന്ന ബോധം മിക്കവർക്കും ഉണ്ടായി. രോഗപ്രതിരോധത്തിൽ വൻകിട രാജ്യങ്ങളുടെ പരാജയം തിരിച്ചറിഞ്ഞ ഇന്ത്യൻ ഭരണകൂടം ജനതാ കർഫ്യൂ പ്രഖ്യാപിച്ച് വിഷയത്തിൻ്റെ വലിയ ഗൗരവം ജനങ്ങളിലെത്തിച്ചു. പിന്നീട് അപ്രതീക്ഷിതമായി 2020 മാർച്ച് 25 രാജ്യമാകെ അടച്ചിടൽ പ്രഖ്യാപിച്ചു. സമ്പൂർണ്ണ ലോക്ക്ഡൗൺ. ഓരോരുത്തരും എവിടെയാണോ അവിടെ തുടരാൻ സർക്കാർ നിർദ്ദേശിച്ചു. മറ്റു വഴികളൊന്നുമില്ലാതെ മനുഷ്യർ വീടുകൾക്കുള്ളിൽ അടച്ചിരുന്നു. അടച്ചിടൽ അനിശ്ചിതമായി നീളുമെന്ന തിരിച്ചറിവിൽ ജനങ്ങൾ അസ്വസ്ഥരായി. ഭക്ഷണം, കുടിവെള്ളം, വൈദ്യസഹായം എന്നിവയെക്കുറിച്ചുള്ള ആശങ്ക ഓരോ ദിവസവും വർദ്ധിച്ചു വന്നു. വിലക്കുകൾക്ക് നടുവിൽ ജനജീവിതം അതീവ ദുഷ്കരമായി മാറി. സ്വന്തം വീട്ടിലേക്ക് മടങ്ങി ഉറ്റവരോടൊത്ത് കഴിയാനുള്ള മോഹം പ്രവാസികളിലും അതിഥിതൊഴിലാളികളിലും ഉണ്ടായി. ബസ്സും ട്രെയിനും വിമാനവും തുടങ്ങി ഗതാഗത സംവിധാനങ്ങളൊക്കെ നിശ്ചലമായി. സഞ്ചാരം അസാധ്യമായതോടെ കാൽനടയായി സഞ്ചരിക്കാൻ പോലും ജനങ്ങൾ തയ്യാറായി. യുദ്ധകാലങ്ങളിലുള്ള അഭയാർത്ഥി പ്രവാഹത്തെ ഓർമ്മിപ്പിക്കുന്ന ഇത്തരം ദീർഘദൂര സഞ്ചാരങ്ങൾ ലോകമെങ്ങുമുള്ള നൊമ്പരക്കാഴ്ചയായിരുന്നു. സ്വന്തം വീട് തേടിയുള്ള ഈ പാച്ചിലിനിടയിൽ നൂറുകണക്കിന് ആളുകൾ വ്യത്യസ്ത അപകടങ്ങളും ഭക്ഷണ ദൗർബല്യത്തിലും പെട്ട് കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് തൊഴിലും വരുമാനമൊക്കെ നഷ്ടപ്പെട്ടു. കേരളത്തിൽ വീടുകളിൽ ഭക്ഷണം എത്തിച്ചും സമൂഹ അടുക്കള തുറന്നും സർക്കാരും സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ, സാമൂഹ്യ, സാമുദായിക പ്രസ്ഥാനങ്ങളും ആശ്വാസവുമായി ജനങ്ങൾക്കൊപ്പം നിന്നു. ഒന്നാം ഘട്ട ലോക്ക്ഡൗണിനെ തുടർന്നും രാജ്യത്ത് രോഗവ്യാപനത്തിൽ കുറവില്ലാതായതോടെ 2ഉം 3ഉം ഘട്ട ലോക്ക്ഡൗണുകളുണ്ടായി. അന്യസംസ്ഥാന തൊഴിലാളികളെ നാട്ടിലെത്തിക്കുന്നതിന് സംസ്ഥാന ഗവൺമെൻറ്റുകൾ സ്വന്തം നിലയ്ക്ക് വാഹന സൗകര്യം ഏർപ്പെടുത്തി. ലോക്ക്ഡൗൺ അനിശ്ചിതമായി നീട്ടിയാൽ മനുഷ്യരുടെ ജീവസന്ധാരണം അസാധ്യമാകുമെന്ന് കണ്ടതോടെ ഗവൺമെൻറ് ഘട്ടങ്ങളായി അൺലോക്ക് പ്രഖ്യാപിച്ചു. കോവിഡ് മാനദണ്ഡപ്രകാരമുള്ള ജീവിതത്തിലും രോഗത്തോടൊപ്പമുള്ള ജീവിത രീതിയിലും ജനങ്ങൾ വഴിമാറി. മറ്റിടങ്ങളിൽ നിന്ന് നമ്മുടെ സഹോദരങ്ങൾ കൂട്ടമായി എത്താൻ തുടങ്ങി. രോഗവ്യാപനം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. മരണസംഖ്യയും ഭീതിതമാം വിധം ഉയർന്നു. തൊഴിലില്ലായ്മയും വരുമാന നഷ്ടവും ജനജീവിതം താറുമാറാക്കി. ഇതിനു മുൻപ് മനുഷ്യൻ പലവിധ മഹാമാരികളെ നേരിട്ടിട്ടെങ്കിലും അത് ഇങ്ങനെ എല്ലായിടവും ബാധിച്ചിരുന്നില്ല. ലോകത്തെ എല്ലാ രാജ്യങ്ങളും അഭിമുഖീകരിക്കേണ്ടി വന്ന ഈ ദുരന്തം മുൻ മാതൃകകളൊന്നുമില്ലാത്തതായി മാറി. രാജ്യങ്ങളുടെ സമ്പദ്ഘടനയെ കോവിഡ് സൃഷ്ടിക്കുന്ന ഗുരുതരമായ പ്രതിസന്ധിയിൽ നിന്ന് എങ്ങനെ മോചനം ലഭിക്കുമെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്നു. അന്താരാഷ്ട്ര സാമ്പത്തിക രംഗമാകെ വൻ തകർച്ചയുടെ വക്കിലാണ്. കാർഷിക മേഖലയും ആരോഗ്യരംഗവും വിദ്യാഭ്യാസ മേഖലയും തുടങ്ങി സർവ്വമണ്ഡലങ്ങളിലും ആടി ഉലഞ്ഞു നിൽക്കുന്നു. വിദ്യാലയങ്ങൾ മുഴുവൻ മാസങ്ങളായി അടഞ്ഞുകിടക്കുകയാണ്. യുനെസ്കോയുടെ കണക്ക് പ്രകാരം ലോകത്താകെ 154 കോടി വിദ്യാർത്ഥികളുടെ പഠനം തടസ്സപ്പെട്ടിരിക്കുന്നു. ഇതിൽ കോടി കുട്ടികൾ ഇന്ത്യയിലാണ്. ഓൺലൈൻ സംവിധാനത്തിലൂടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ ഗവൺമെൻറ്റുകൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഗ്രാമപശ്ചാത്തലമുള്ള കുട്ടികളുടെയും പിന്നോക്ക വിഭാഗത്തിലുള്ള കുട്ടികളുടെയും വിദ്യാഭ്യാസം ഇപ്പോഴും പ്രശ്നമായി തന്നെ തുടരുകയാണ്. ഓൺലൈൻ ക്ലാസുകൾ കാണാനുള്ള ഉപകരണങ്ങൾ ലഭിക്കാത്ത, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസം പ്രതിസന്ധിയിലാകുന്ന സ്ഥിതിയാണ് ഉള്ളത്. ശാസ്ത്രലോകം കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ട് പ്രതിരോധ വാക്സിനോ മരുന്നോ കണ്ടുപിടിക്കാൻ. അത് വൈകുന്നത് ജനങ്ങളുടെ ഭീതിയും ഉത്കണ്ഠയും വളരെയേറെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആശ്വാസവചനങ്ങളോ ധൈര്യപ്പെടുത്തലുകളോ നടത്താൻ കഴിയാത്ത വിധം ഭരണാധികാരികൾ പോലും നിസ്സഹായരായി മാറിയിരിക്കുന്നു. കോവിഡ് മനുഷ്യരാശിക്ക് മേൽ ഏൽപ്പിച്ച വൻ ആഘാതത്തിൻ്റെ ആഴം അളക്കാൻ കാലം ഇനിയും ഏറെ വേണ്ടി വന്നേക്കും. പക്ഷേ ചില ബോധ്യങ്ങൾ ഇപ്പോൾ തന്നെ അത് നൽകുന്നുണ്ട്. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ ശാസ്ത്രത്തിന് കഴിയില്ല എന്നും ശാസ്ത്രത്തിനും പരിമിതികളുണ്ടെന്നും മനുഷ്യന് ബോധ്യമായി. പണം കൊണ്ട് എന്ത് നേടാമെന്ന എല്ലാത്തിൻ്റെയും അടിസ്ഥാനം പണമാണെന്നുള്ള ചിന്ത തിരുത്തപ്പെട്ടു. ചില അവസരങ്ങളിൽ പണത്തിന് ഒരു വിലയുമില്ലെന്ന് കൂടി ബോധ്യപ്പെട്ടു. മാസ്കുകൾ ധരിച്ച മനുഷ്യമുഖങ്ങൾ എല്ലാം ഇപ്പോൾ ഒരുപോലെ. മനുഷ്യരെല്ലാം ഒന്നുപോലെയായ കാലം. ധനവാനെന്നോ ദരിദ്രനെന്നോ ഭേദമില്ലാതെ വർണ്ണ, വർഗ, ജാതി, മത വ്യത്യാസങ്ങളൊന്നുമില്ലാതെ ഒരേ കുഴിമാടത്തിൽ കൂട്ടമായി കുഴിച്ചു മൂടുന്ന മനുഷ്യ ശരീരങ്ങളുടെ ദയനീയ ദൃശ്യങ്ങൾ ജീവിതം തന്നെ എത്ര നിസ്സാരമാണെന്നതിൻ്റെ നേർക്കാഴ്ചകളായി. മനുഷ്യൻ നിശ്ചയിച്ചു വച്ചിരിക്കുന്ന ലോകത്തിൻ്റെ അതിരുകളും ദേശങ്ങളുടെ അസ്തിത്വവും ഭാഷാഭേദങ്ങളും ജാതിമത വർണ്ണ, വർഗ, രാഷ്ട്രീയ വ്യത്യാസങ്ങളുമൊക്കെ എത്രമാത്രം അർത്ഥശൂന്യമാണെന്നുമുള്ള തിരിച്ചറിവുണ്ടായി. സ്വപ്നങ്ങളും പ്രതീക്ഷകളും കണക്കുകൂട്ടലുകളും മനക്കോട്ടകളുമൊക്കെ ഏതു നിമിഷവും തകരാവുന്ന വെറും സങ്കല്പങ്ങൾ മാത്രമാണെന്ന സത്യം മനുഷ്യൻ അറിഞ്ഞു. ഏതാഘോഷങ്ങൾക്കും അവധി കൊടുക്കാനാവുമെന്നും വിവാഹം, മരണാനന്തര ചടങ്ങും എന്ത് ആർഭാടങ്ങളും അനാവശ്യ ധൂർത്തും ആഡംബരങ്ങളും വൻ ആൾക്കൂട്ടങ്ങളും ഒഴിവാക്കി ലളിതമായി നടത്താനാവുമെന്നും കോവിഡ് കാലം നമ്മെ പഠിപ്പിച്ചു. ഈ ഭൂമിയും പ്രകൃതിയുമൊക്കെ മനുഷ്യന് മാത്രമല്ല മറ്റ് ജീവജാലങ്ങൾക്കും സസ്യജാലങ്ങൾക്കും കൂടി അവകാശപ്പെട്ടതാണെന്നും ലോക്ക്ഡൗൺ കാലത്ത് പുതിയൊരു വെളിപാട് തന്നെ ഉണ്ടായി.
മനുഷ്യനും പ്രകൃതിക്കും ഇതൊരു ശുദ്ധീകരണത്തിനുള്ള കാലമായി. വീടും പരിസരവും കുടുംബവും ഒക്കെ ആയി കൂടുതൽ അടുക്കുവാനും ബന്ധങ്ങൾ ദൃഢമാക്കാനും പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും ചുറ്റുമുള്ള മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കാനും അവരെ കൂടി കരുതാനും പ്രേരണയുണ്ടായി. പ്രകൃതിയിലേക്ക് തിരിഞ്ഞു നോക്കാനുള്ള അവസരവുമായി മാറി. അന്തരീക്ഷം നന്നായി തെളിഞ്ഞ ആകാശവും ഭൂമിയൊക്കെ കൂടുതൽ സുന്ദരമായി. പൊടിപടലങ്ങളും പുകപടലങ്ങളും കുറഞ്ഞ് വായു മലിനീകരണം ഇല്ലാതായതോടെ മറഞ്ഞിരിക്കുന്ന മനോഹര കാഴ്ചകൾ പലതും ദൃശ്യമായി. ജലാശയങ്ങളിലും നിരത്തുകളിലും പരിസരങ്ങളിലും എല്ലായിടത്തും മലിനീകരണം നന്നേ കുറഞ്ഞു. നിറഞ്ഞ നിശബ്ദത്തിൽ പക്ഷികളുടെയും കിളികളുടെയും അണ്ണറക്കണ്ണന്മാരുടെയും ഒക്കെ ശബ്ദം തിരിച്ചു വന്നു. ഇളം വെയിലിൽ ചിത്രശലഭങ്ങളും തേനീച്ചകളും തുമ്പികളുമൊക്കെ പാറിപ്പറന്നു. ഭൂമിക്ക് പച്ചപ്പ് തിരിച്ചു കിട്ടി. പ്രകൃതിക്ക് പുതിയൊരു ഉന്മേഷത്തിൻ്റെയും ഉണർവിൻ്റെയും ഉത്സവമായി. ദൈവത്തെ കാണാൻ ആരാധനകളെത്തിയാലേ കഴിയൂ എന്ന സങ്കല്പം തന്നെ മാറി മറിഞ്ഞു. ദൈവത്തെ വിറ്റ് കാശാക്കാൻ ശ്രമിച്ചവർ, ദൈവത്തിൻ്റെ പേരിൽ സമ്പത്ത് കുന്നുകൂട്ടി വെച്ചവർ, ആത്മീയ കച്ചവടം നടത്തിയ തട്ടിപ്പുകാർ, ആ ദൈവങ്ങൾ എല്ലാവരും എവിടെയോ ഒളിച്ചു. ആഡംബരത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും അടയാളങ്ങളായ അമ്പരചുംബികളായ ആരാധനാലയങ്ങളും മതസ്ഥാപനങ്ങളുമെല്ലാം അടങ്ങും. മതങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമെല്ലാം മനുഷ്യന് വേണ്ടി മനുഷ്യൻ സൃഷ്ടിച്ച മനുഷ്യൻ്റെ സൗകര്യത്തെ മാറാനും മാറ്റാനും മാറ്റിമറിക്കാനും പറ്റുന്ന വെറും ചടങ്ങുകൾ മാത്രമാണെന്ന് ലോകം തിരിച്ചറിഞ്ഞു. എല്ലാം കണ്ട് ദൈവം ഇപ്പോൾ ചിരിക്കുന്നുണ്ടാവും. പ്രാണന് വേണ്ടി കഴിയുന്ന മനുഷ്യന് പകയും വിദ്വേഷവും വെറുപ്പും വിഭാഗീയതയും വിഘടിച്ചു നിൽക്കലുമല്ല വേണ്ടത്. അതിജീവനത്തിനായി അദൃശ്യനായ അണുവിനെതിരെ പൊരുതിയും മറ്റു മനുഷ്യരെ കരുതിയും ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ ഒന്നായി മാറി മാനവതയുടെ മഹാചിന്ത ഉയർത്തിപ്പിടിച്ച് ഐക്യത്തോടെ മുന്നേറുകയാണ് വേണ്ടതെന്ന ചിന്ത രൂഢമൂലമായി. ഭാഷ പോലും പലപ്പോഴും അപ്രസക്തമായി. കനിവും കാരുണ്യവും സഹജീവി സ്നേഹവും പുതിയൊരു വിശ്വഭാഷയായി മാറി. ലോകം തന്നെ മാറിമറിയുന്ന കാഴ്ചകൾ. തമ്മിൽ പോരടിച്ചു നിന്ന കടുത്ത ശത്രുക്കളായിരുന്ന രാജ്യങ്ങൾ പരസ്പരം സഹായിക്കാൻ തയ്യാറാവുന്നു. മനുഷ്യൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന കാരുണ്യത്തിൻ്റെയും സഹജീവി സ്നേഹത്തിൻ്റെയും വറ്റാത്ത ഉറവുകൾ തുറന്ന് മനുഷ്യത്വത്തിൻ്റെ മഹാമാതൃകൾ പ്രവഹിക്കുന്നു. ക്യൂബ പോലുള്ള അടിച്ചമർത്തപ്പെട്ട രാജ്യങ്ങൾ കനിവിൻ്റെ കേന്ദ്രങ്ങളായി ലോകത്തിൻ്റെ നിറയിലേക്ക് ഉയരുന്നു. കേരളം എന്ന ഒരു കൊച്ചു സംസ്ഥാനം മനുഷ്യരാശി നേരിടുന്ന മഹാമാരിയെ പ്രതിരോധിക്കുന്നതിൽ ലോകത്തിൻ്റെ തന്നെ അത്ഭുതമായി മാറുന്നു. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ആരോഗ്യവകുപ്പും പോലീസും ഫയർഫോഴ്സും സാമൂഹ്യ രാഷ്ട്രീയ സാമുദായിക സന്നദ്ധ സംഘടനകളും പൊതുസമൂഹവുമെല്ലാം ഉത്തരവാദിത്തത്തോടെ ഊർജ്ജസ്വലമായി ഉണർന്നു പ്രവർത്തിച്ച് സാമൂഹ്യ പ്രതിബദ്ധതയുടെ വലിയ മാതൃകകളാകുന്നു. ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും ആരോഗ്യപ്രവർത്തകരുടെയും പോലീസ് സേനയുടെയും എല്ലാം സ്വജീവൻ പോലും അവഗണിച്ച ആത്മാർത്ഥതയോടും അർപ്പണബോധത്തോടും കൂടിയ ഏറെ ജാഗ്രതയുള്ള പ്രവർത്തനങ്ങൾ എത്ര പ്രശംസിച്ചാലും അധികമാവില്ല. മരുന്നും വാക്സിനും കണ്ടെത്താൻ വിശ്രമമില്ലാതെ ശാസ്ത്രജ്ഞന്മാർ നടത്തുന്ന തീവ്ര ശ്രമങ്ങൾ വാക്കുകൾക്ക് അതീതമാണ്. ചില അനിഷ്ട സംഭവങ്ങളും മനുഷ്യരാശിയുടെ അതിജീവനത്തിനായുള്ള ഈ പോരാട്ടഘട്ടത്തിൽ ഉണ്ടായി. അതിർത്തിയിൽ ചൈനയുടെ ആക്രമണത്തിൽ നമ്മുടെ കുറേ ധീരജവാന്മാരെ നമുക്ക് നഷ്ടപ്പെട്ടു. നേപ്പാളിനെ പോലെ ഒരു ചെറു രാജ്യം ഇന്ത്യക്ക് നേരെ വെല്ലുവിളി ഉയർത്തി. വാക്സിൻ മരുന്ന് കമ്പനികൾ തമ്മിലുള്ള കിടമത്സരങ്ങൾ, മരുന്ന് പരീക്ഷണത്തെക്കുറിച്ചുള്ള അവകാശവാദങ്ങൾ, വിവാദങ്ങൾ, തർക്കങ്ങൾ എല്ലാം നീവെല്ലാം ആശങ്ക പടർത്തി. പ്രതിരോധിക്കാൻ ഒരു മരുന്ന് നിലവില്ലാത്ത സാഹചര്യത്തിൽ ആയുർവേദമാണോ അലോപ്പതിയാണോ ഹോമിയോ ആണോ ഏതാണ് കേമം എന്ന ആസ്ഥാനത്തുള്ള അനാവശ്യ തർക്കങ്ങൾ ഉയർന്നു വന്നു. ഏത് കാലാവസ്ഥയിലും ഏത് ഭൂപ്രകൃതിയിലും ഒരുപോലെ സജീവമായി പ്രവർത്തിക്കുന്നതിനാൽ കൊറോണ വൈറസ് ലോകത്തെ തകർക്കാനായി മനുഷ്യൻ നിർമ്മിച്ച ജൈവായുധമായിരുന്നെന്ന പ്രത്യാരോപണങ്ങൾ ലോകാരോഗ്യ സംഘടനയെ വെല്ലുവിളിച്ചുകൊണ്ട് അമേരിക്കയുടെ രംഗപ്രവേശം എല്ലാം കൊണ്ടും കോവിഡ് കാലം സംഭവബഹുലമായി. നീണ്ട നാൾ തുടരുന്ന കൊടും യുദ്ധങ്ങളോ ഭീകരപ്രവർത്തനങ്ങളോ കാണുകയോ അതിൻ്റെ കെടുതികളും തീരാദുരിതങ്ങളും ഒന്നും അനുഭവിക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഒരു ജനതയായ നമ്മൾ കാലങ്ങളോളം കലുഷിതമായിരുന്ന സ്വാതന്ത്ര്യസമരം പോലുള്ള തീക്ഷ്ണമായ സമര പോരാട്ടങ്ങളൊക്കെ നമുക്ക് ചരിത്ര പുസ്തകത്തിലെ വെറും പാഠ്യഭാഗങ്ങൾ മാത്രം. ജീവിത ദുരന്തങ്ങളുടെ കൊടിയ യാതനകളൊന്നും അധികം പരിചയമില്ലാത്ത തലമുറ, ജീവിത പരിസരങ്ങളിൽ വലിയ അലോസരങ്ങളൊന്നുമില്ലാത്ത ശാന്തതയും സ്വസ്ഥതയും കണ്ടു ശീലിച്ച സമൂഹം. ഇനിയും കാര്യങ്ങളൊക്കെ എക്കാലവും അങ്ങനെയായിരിക്കുമെന്ന് മനസ്സിലുറപ്പിച്ച് തിന്നും കുടിച്ചും മതിച്ചും ആഹ്ലാദിച്ചും ആഘോഷങ്ങളും ആരവങ്ങളും ആൾക്കൂട്ടങ്ങളുമായി ജീവിതം ആവോളം ആസ്വദിച്ച് വിഹരിച്ച് നടന്ന മനുഷ്യർ. പൊടുന്നനെ ആ ജീവിതത്തിന് വിരാമം ഇട്ടുകൊണ്ട് അപ്രതീക്ഷിതമായി ഉണ്ടായ സഡൻ ബ്രേക്കായിരുന്നു ലോക്ക്ഡൗൺ. എന്തിനോ വേണ്ടി തിരക്കിട്ട് പരക്കം പാഞ്ഞുന്ന മനുഷ്യൻ എല്ലാ തിരക്കുകളിൽ നിന്നും വിട്ടകന്ന് വീടുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടാൻ വിധിക്കപ്പെട്ടവരായി. വൻ പ്രക്ഷോഭങ്ങളുടെയും സമരങ്ങളുടെയും ആളിക്കത്തിയിരുന്ന തീജ്വാലകൾ കെട്ടടങ്ങി. ആൾക്കൂട്ടങ്ങളും ആക്രോശങ്ങളും ആരവങ്ങളുമെല്ലാം അണഞ്ഞുപോയി. വമ്പും വീമ്പും വീറും വാശിയുമൊക്കെ ഉപേക്ഷിച്ച് പ്രാണൻ രക്ഷിച്ചെടുക്കുന്നതിനുള്ള പ്രയാണത്തിലായി ഏവരും. എല്ലാം കീഴടക്കുകയും അജയനെന്ന് അവകാശപ്പെട്ട അഹംഭാവവും അഹങ്കാരമൊക്കെയായി സർവ്വതിന്മകളും അനീതികളും അധർമ്മങ്ങളും ചെയ്യാൻ ഒരു മടിയുമില്ലാത്തവരായി മാറിയ മനുഷ്യർ. തങ്ങൾ എന്തൊക്കെയാവോ ആണെന്ന് സ്വയം വിശ്വസിച്ചും ഭാവിച്ച് നടന്ന ആ മനുഷ്യരുടെ അഹന്തയ്ക്ക് ശക്തമായ തിരിച്ചടി കൂടിയായി ഈ മഹാമാരി. മനുഷ്യൻ എത്ര നിസ്സാരനാണ്! കേവലം ഒരു ചെറു വൈറസിന് മുന്നിൽ പോലും പിടിച്ചു നിൽക്കാൻ കെൽപ്പില്ലാത്തത്ര നിസ്സാരൻ. സർവജ്ഞാനിയായ സർവ്വവ്യാപിയായ സർവശക്തനായ ദൈവത്തിൻ്റെ മഹാമഹത്വമാണ് ഇതിലെല്ലാം തെളിയുന്നത്.
ഈ മഹാഭീഷണി ഇനിയും എത്ര നാൾ തുടരുമെന്നോ, രോഗവ്യാപനത്തിൻ്റെ വ്യാപ്തി എങ്ങനെയാകുമെന്നോ, മരണനിരക്ക് എത്രത്തോളമായി ഉയരുന്നുവെന്നോ, ഭാവിയിലുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എന്തായിരിക്കുമെന്നോ, പ്രത്യാഘാതങ്ങൾ ഏത് തരത്തിലാകുമെന്നോ ഒന്നും ആർക്കും അറിയില്ല. എന്തായാലും കൊറോണ കുറേക്കാലം ഇവിടെ ഉണ്ടാകും. മഹാദുരന്തങ്ങളെയൊക്കെ അതിജീവിച്ചിട്ടുള്ള മനുഷ്യകുലം കൊറോണയെയും ചെറുത്ത് തോൽപ്പിച്ച് കോവിഡിനെയും അതിജീവിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. മരുന്നും വാക്സിനുമൊക്കെ വേഗത്തിൽ വരികയും ചെയ്തേക്കാം. പക്ഷേ കോവിഡിന് മുമ്പുണ്ടായിരുന്ന സാമൂഹ്യ സാഹചര്യങ്ങളിലേക്കും പരിധികളില്ലാത്ത സ്വാതന്ത്ര്യത്തിലേക്കും കൂട്ടായ്മയിലേക്കുമൊക്കെ പരിമിതികളെല്ലാം ലംഘിച്ചുകൊണ്ട് ഒരു ഭയവും കൂടാതെ ഉത്കണ്ഠകളൊന്നുമില്ലാതെ മനുഷ്യർക്ക് എപ്പോൾ എത്തിച്ചേരാനാകുമെന്ന് ദൈവത്തിനേ അറിയൂ. ലോകം ഇനി കോവിഡിന് മുമ്പും കോവിഡിന് ശേഷവും എന്ന ചരിത്രത്തിൽ അടയാളപ്പെടും. കാലത്തിൻ്റെ അനുസ്യൂതമായ പ്രവാഹത്തിൽ ഈ ദുരിത ദിനങ്ങൾ ഒഴുകിപ്പോകും. കൂടുതൽ കനിവിൻ്റെയും കാരുണ്യത്തിൻ്റെയും സഹജീവി സ്നേഹത്തിൻ്റെയും ഒക്കെ പുതിയ പ്രഭാതം ഉദിക്കും. നന്മമരങ്ങൾ ഒരുപാട് തഴച്ചു വളരും. മാനവീയതയിലെ ഉന്നതമായ ചിന്തകൾ പൂത്തുലയും. നിറയെ നന്മകൾ വിളയും. പുതിയ കാലം വരും. എല്ലാം പഴയതിലും മനോഹരവും നിർമ്മലവുമാകും. അങ്ങനെ പ്രത്യാശിക്കാം. അതിനായി പ്രകൃതിയോടും സഹജീവികളോടുമൊക്കെ നാം ചെയ്തു കൂട്ടിയ കൃത്യങ്ങളും അപരാധങ്ങളും എല്ലാം ഏറ്റുപറഞ്ഞ സർവശക്തനോട് മനസ്സൊരുക്കി പ്രാർത്ഥിക്കാം. നന്ദി.